എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ആഗസ്റ്റ് 6 ബുധനാഴ്ച. മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്നും റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറുടെ നേതൃത്വത്തിൽ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി, അതായത് MPC, റിപ്പോ നിരക്ക് 5.50% തന്നെ നിലനിർത്തി എന്നാണ് പുതിയ വാർത്തകൾ വന്നത്. തൽഫലമായിട്ടായിരിക്കാം ഇന്ന് ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളായ സെൻസെക്സും നിഫ്റ്റിയും മറ്റ് എല്ലാ ഇൻഡെക്സുകളും, അതായത് ബാങ്ക് നിഫ്റ്റി ഒഴികെയുള്ള ബാക്കി എല്ലാ ഇൻഡെക്സുകളും റെഡിൽ ക്ലോസ് ചെയ്യാനുള്ള കാരണം ഇന്ത്യൻ കയറ്റുമതിയിൽ US ഈ അടുത്ത കാലത്ത് ഏർപ്പെടുത്തിയ 25% താരിഫ് ഉൾപ്പെടെയുള്ള ആഗോള വ്യാപാര ആശങ്കകൾ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും കൂടി സെൻട്രൽ ബാങ്ക് 2026 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള GDP വളർച്ചാ പ്രവചനം 6.5% തന്നെ നിലനിർത്തിയിരിക്കുക. ആഗോളതലത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇതിനകം തന്നെ പ്രവചനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും നിലവിലെ ഡാറ്റ പുനഃപരിശോധനയ്ക്ക് അർഹമല്ലെന്നും കൂടി RBI ഗവർണർ മൽഹോത്ര പറയുകയുണ്ടായി. ഭക്ഷ്യവസ്തുക്കളുടെ വില കുറയൽ, അനുകൂലമായ മൺസൂൺ, ആരോഗ്യകരമായ ഭക്ഷ്യധാന്യ ശേഖരം എന്നിവ പരിഷ്കരണത്തിന് കാരണമായി. RBI 26 സാമ്പത്തിക വർഷത്തേക്കുള്ള പണപ്പെരുപ്പ പ്രവചനം 3.7% നിന്ന് 3.1% കുത്തനെ കുറയ്ക്കുകയും ചെയ്തു. ഇന്നത്തെ സെഷനിലുടനീളം നിഫ്റ്റി ഒരു സെല്ലിംഗ് പ്രഷറിൽ തുടരുകയും 50 EMAയ്ക്ക് താഴെ തന്നെ നിലനിർത്തുകയും ചെയ്തതിനാൽ നിഫ്റ്റി ഇന്നത്തെ ദിവസം മുഴുവൻ ഒരു ബെയറിഷായി തുടർന്നു. ഡെയിലി ചാർട്ടുകളിൽ നോക്കുകയാണെങ്കിലും അവർലി ചാർട്ടുകളിലൊക്കെ തന്നെ RSI ഒരു ബെയറിഷ് ക്രോസ് ഓവർ പ്രദർശിപ്പിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ 1 അവർ ചാർട്ടിലേക്ക് വരുമ്പോൾ ഒരു ലോവർ ടോപ്പ് ആൻഡ് ഒരു ലോവർ ബോട്ടം എന്നിങ്ങനെയാണ് ഫോമായിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിഫ്റ്റിയുടെ വീണ്ടും ഒരു വീക്കിലേക്കാണ് സൂചന നൽകുന്നത്. 24,850 താഴെ തുടരുന്നിടത്തോളം കാലം ഇൻഡെക്സ് സെൽ ഓൺ റേസായി തുടരാനാണ് സാധ്യത. ഈ അടുത്ത കാലത്തേക്ക് 24,400 പോകാനും സാധ്യതയുണ്ട്. ഒരു സ്ഥിരമായ അല്ലെങ്കിൽ ക്ലോസിംഗ് അടിസ്ഥാനത്തിൽ ഒരു നിർണായക സപ്പോർട്ടായി നിലനിൽക്കുന്ന പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിഫ്റ്റി 24,400 താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയായി മാറാനും മതി. ഇന്ന് സെൻസെക്സ് 0.21% അഥവാ 166 പോയിന്റ് കുറഞ്ഞ് 80,543 ലെവലിൽ ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി 0.31% അഥവാ 75 പോയിന്റ് കുറഞ്ഞ് 24,574 ലെവലിലും ക്ലോസ് ചെയ്തു. BSEയിൽ ഏഷ്യൻ പെയിൻറ്റ്സ്, BEL, M&M എന്നിവയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. സൺഫാർമ, ടെക് മഹീന്ദ്ര, HCL ടെക് എന്നിവയാണ് പ്രധാനമായും നഷ്ടമുണ്ടാക്കിയ സ്റ്റോക്കുകൾ. അതേപോലെ NSEയിലേക്ക് വരികയാണെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ്സ് തന്നെയാണ്, HDFC ലൈഫ്, M&M എന്നിവയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. അതേപോലെ വിപ്രോ, സൺഫാർമ, ജിയോ ഫിനാൻഷ്യൽ എന്നിവ ഏറ്റവും കൂടുതൽ പിന്നിലുമാവുകയും ചെയ്തു. ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നിഫ്റ്റി PSU ബാങ്ക് 0.59% ഉയരുകയാണ് ചെയ്തത്. ബാക്കി എല്ലാ ഇൻഡെക്സുകളും ചുവപ്പിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫാർമ 2.03%, IT 1.74%, റിയാലിറ്റി 1.51%, നിഫ്റ്റി ആട്ടോ 0.53%, FMCG 0.90% എന്നിങ്ങനെയാണ് ഇന്ന് നഷ്ടം നേരിട്ടത്. ഇന്ത്യ വിക്സ് 2.13% ഉയർന്ന് 11.96 ക്ലോസ് ചെയ്തു. നമ്മുടെ ഇന്ന് വാച്ച് ചെയ്യാനുണ്ടായിരുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യമായി നിഫ്റ്റി നോക്കാം. നിഫ്റ്റി നമുക്ക് 24,590 താഴെയാണ് എൻട്രി പറഞ്ഞിരുന്നത്. ഏതായിരുന്നാലും ഈ ഒരു ക്യാനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് മെഷർമെൻ്റ് എടുത്താൽ തന്നെ
ഒരു 40ഓളം പോയിൻറ്റിൻ്റെ ഡൗണിലേക്കാണ് പോയിട്ടുള്ളൂ. എത്രത്തോളം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റിലൂടെ പറയുക. നാളെ നമുക്ക് മെയിൻ സപ്പോർട്ടായിട്ട് 24,530 താഴെ ധൈര്യമായി എൻട്രി എടുത്ത് പോകാം. അതേസമയം റെസിസ്റ്റൻസ് 24,670 മുകളിലും 24,680 മുകളിൽ എൻട്രി എടുത്താൽ മതി. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇന്ന് എൻട്രി ലഭിച്ചിട്ടില്ല. നോക്കൂ, നമ്മുടെ സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും ഇടയിലാണ് ഇന്ന് ട്രേഡിംഗ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് നാളെ 55,200 തന്നെ വാച്ച് ചെയ്യാം. റെസിസ്റ്റൻസ് ആയിട്ട് 55,560. സെൻസെക്സിലേക്ക് വരുമ്പോഴും നമുക്ക് ഇന്ന് ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടില്ല. നോക്കൂ, നമ്മുടെ സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഇടയിലാണ് ഇന്ന് ട്രേഡിംഗ് നടന്നിട്ടുള്ളത്. ജസ്റ്റ് 1-2 ക്യാൻഡിൽ താഴത്തേക്ക് വന്നു എന്നല്ലാതെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. നമുക്ക് നാളെ വാച്ച് ചെയ്യാനായിട്ട് സപ്പോർട്ട് 80,450 സപ്പോർട്ടായിട്ടും അതുപോലെ റെസിസ്റ്റൻസ് ആയിട്ട് 80,820 ഈ ഒരു റേഞ്ചിൽ സെൻസെക്സ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. പക്ഷേ നാളെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് 80,450 അങ്ങനെയാകുമ്പോൾ എൻട്രി ലഭിക്കില്ല. അപ്പോൾ നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് അതിന് തൊട്ട് താഴെ തന്നെയാണ് ഉള്ളത് 80,350 താഴെ. ഓക്കെ, നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെങ്കിൽ 80,450 നിങ്ങൾക്ക് എൻട്രി ലഭിച്ചില്ലെങ്കിൽ 80,350 താഴെ സെൻസെക്സിൽ എൻട്രി എടുത്ത് പോകാം. അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇവ നാളെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. കൃത്യമായ സമയത്ത് എൻട്രി എടുത്ത് പരമാവധി സ്റ്റോപ്പ് ലോസ് എല്ലാം കീപ്പ് ചെയ്ത് കിട്ടിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കൂടുതൽ സ്റ്റേ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മുഴുവൻ ഇപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഏതായിരുന്നാലും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.